Dear students, welcome to another session. ഈ ഒരു സെഷനിൽ എന്താണ് വേരിയബിൾസ് എന്നുള്ളത് നോക്കാം. നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തരുകയാണ്. അത് നിങ്ങൾ എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യുക? നിങ്ങൾക്ക് തരുന്ന ഡേറ്റ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ യുവർ ബ്രെയിൻ അല്ലേ? അതേപോലെ ഡേറ്റ എങ്ങനെയാണ് കമ്പ്യൂട്ടർ മെഷീൻസിൽ സേവ് ചെയ്യുക? ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ്, ഇവിടെയെല്ലാം തന്നെ ഡേറ്റ സേവ് ചെയ്യുന്നത് മെമ്മറിയിലാണ്. ഒരു മെമ്മറി ബ്ലോക്ക് ഉണ്ട്, ആ ഒരു ബ്ലോക്കിലാണ് എല്ലാ ഡേറ്റയും സേവ് ചെയ്യുന്നത്. ആൻഡ് ദിസ് മെമ്മറി കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് സ്ലോട്ട്സ്. ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ഉണ്ടാവും. ഓരോ സ്ലോട്ടിലും ഡേറ്റ സേവ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഫിഗർ നോക്കുക, അവിടെ ഡിഫറെൻറ്റ് സ്ലോട്ട്സ് കാണിച്ചിട്ടുണ്ട്. ഓരോ സ്ലോട്ടിലും നമുക്ക് ഡേറ്റ സേവ് ചെയ്യാം. ഇനി ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന കണ്ടോ, ഓരോ സ്ലോട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു യുണീക്ക് നമ്പർ ഉണ്ട്. ആ ഒരു യുണീക്ക് നമ്പറിനെയാണ് അഡ്രസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൗസിന് ഒരു ഹൗസ് നമ്പർ ഉണ്ടല്ലോ, ഒരു യുണീക്ക് നമ്പർ. അതേപോലെ മെമ്മറിയിൽ ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ബോക്സസ് ഉണ്ടാവും. ഓരോ ബോക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് നമ്പർ ഉണ്ട്. ആ ഒരു സ്പേസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസിൻ്റെ യുണീക്ക് നമ്പറിനെയാണ് അഡ്രസ് എന്ന് പറയുന്നത്. ഇനി ഓരോ ബോക്സിനകത്തും നമുക്ക് ഡേറ്റ സേവ് ചെയ്യാം. അപ്പോൾ എന്ത് ടൈപ്പ് ഡേറ്റ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഏതൊക്കെയാണ്? ഒരു ഡേറ്റ എന്ന് പറയുന്നത് നമ്പർ ആകാം, ക്യാരക്ടർ ആവാം, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്ട്രിങ് ആകാം. എന്ത് ഡേറ്റ ആണെന്നുണ്ടെങ്കിലും സേവ് ചെയ്യുന്നത് ആസ് ബൈനറി ഇൻഫർമേഷൻ. എന്താണ് ബൈനറി എന്ന് പറയുന്നത്? കളക്ഷൻ ഓഫ് സീറോസ് ആൻഡ് വൺസ്. അപ്പോൾ നിങ്ങൾ എന്ത് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ബൈനറി. ഈ ഒരു ബൈനറി ഇൻഫർമേഷനാണ് മെമ്മറിയിൽ സേവ് ചെയ്യുക. എൻ്റെ റീസൺ എന്താണ്? ദ മെഷീൻസ് ക്യാൻ എൻകോഡ് ആൻഡ് ഡീകോഡ് ഓൺലി ദ ബൈനറി ഇൻഫർമേഷൻ. ഈ ഒരു ഫിഗർ കൂടി നോക്കുക, കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ് ആണ്. അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി ഇൻഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡേറ്റ സേവ് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് 1 ബൈറ്റ് ആണ്. 1 ബൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 8 ബിറ്റ്സ് ചേർന്നതാണ് 1 ബൈറ്റ്. ഒരു ബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി either 0 or 1. അപ്പോൾ വൺസ് ആൻഡ് സീറോസിൻ്റെ കളക്ഷൻ 8 ബിറ്റ്സ് ചേർന്നതാണ് 1 ബൈറ്റ്. അപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് 1 ബൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ബൈറ്റ് സേവ് ചെയ്യാൻ 2 അഡ്രസ് ലൊക്കേഷൻസ് വേണം, അല്ലെങ്കിൽ 2 ബോക്സസ് വേണം. ദെൻ അവിടെ അഡ്രസ് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കണ്ടോ, 0x00, 0x01, അതേപോലെ തന്നെ 0xFE, 0xFF. ഇതെല്ലാം തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഹെക്സാഡെസിമൽ ഫോമാറ്റിലാണ്. ഹെക്സാഡെസിമൽ ഫോമാറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് നമ്പർ സിസ്റ്റം ആണ്. അഡ്രസ് ലൊക്കേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോർമലി ഹെക്സാഡെസിമൽ ഫോമാറ്റിലാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് ഉണ്ട്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എല്ലാം നിങ്ങൾക്ക് പഠിക്കാനില്ല, ബട്ട് അറിഞ്ഞിരിക്കുക അഡ്രസ് ലൊക്കേഷൻസ് നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻ ഹെക്സാഡെസിമൽ ഫോമാറ്റ്. ഇവിടെ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓരോ മെമ്മറി സ്ലോട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് അഡ്രസ് ഉണ്ട്. ആ ഒരു അഡ്രസ്സിനകത്ത് നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാം. ഇനി അങ്ങോട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോൾ പോയിന്റേഴ്സ് പറയുന്നുണ്ട്. അഡ്രസ് എന്താണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇപ്പോഴേ അറിഞ്ഞിരിക്കുക ഈ ഒരു അഡ്രസ് ലൊക്കേഷനകത്താണ് നമ്മൾ ഡേറ്റ സേവ് ചെയ്യുക. ദെൻ ഇങ്ങനെ മെമ്മറി സ്ലോട്ട്സ് സ്പെസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഹ്യൂമൻ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് മെമ്മറി ലൊക്കേഷൻസ് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിന് പകരം വി വിൽ യൂസ് വേരിയബിൾസ്. വേരിയബിൾസ് ആർ യൂസ് ടു റെപ്രസെൻറ്റ് ദീസ് മെമ്മറി ലൊക്കേഷൻസ്. ഇപ്പോൾ വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു ബോക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇറ്റ് ക്യാൻ ഹോൾഡ് ഡേറ്റ. The type of data stored in a variable can be integer, floating point number, character, or even multiple characters, that is strings. ഒരു മെമ്മറിക്ക് അകത്ത് ഡിഫറെൻറ്റ് ഡേറ്റ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇൻറ്റീജർ ആകാം, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആകാം. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഹോൾ നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഡയറക്റ്റായിട്ട് അഡ്രസ് ലൊക്കേഷൻസ് കൊടുക്കുന്നതിന് പകരം നമുക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. In a program, we can use a variable to represent memory locations to save the data. Then, ഈ ഒരു വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? That is using a variable in C. 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം: declaration and initialization. So before using a variable,
you must declare it to specify the data type and allocate memory. അതായത് വേരിയബിളിൽ ഒരു ഡേറ്റ സേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് എന്ത് ടൈപ്പ് ആണെന്നുള്ള സ്പെസിഫൈ ചെയ്യണം. എന്ത് ടൈപ്പ് ഡേറ്റയാണ് നിങ്ങൾ സേവ് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ ആദ്യമേ സ്പെസിഫൈ ചെയ്യണം. അതിനെയാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു വാണ്ട് ടു സ്റ്റോർ ആൻ ഇൻറ്റീജർ ഡേറ്റ ഇൻ മെമ്മറി. ഫസ്റ്റ് മെമ്മറി അലോട്ട് ചെയ്യണം. സോ മെമ്മറി അലോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇപ്പം ഇൻറ്റീജർ ഡേറ്റയാണ് സേവ് ചെയ്യാനുള്ളത്. സോ ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അതിനിങ്ങനെ കൊടുക്കാം, ഇൻറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ഡിക്ലെയർ ആൻ ഇൻറ്റീജർ വേരിയബിൾ ഇൻറ്റ് എക്സ്. അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ്. ദാറ്റ് വേരിയബിൾ ഓഫ് ടൈപ്പ് ഇൻറ്റീജർ, ആൻഡ് ദിസ് വേരിയബിൾ ക്യാൻ സ്റ്റോർ ഇൻറ്റീജർ വാല്യൂ. ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു, എക്സ് ഈക്വൽ ടു 10. അതിൻ്റെ മീനിങ് അസൈൻസ് ദ വാല്യൂ 10 ടു ദ വേരിയബിൾ എക്സ്. എക്സിനൊരു ഇനിഷ്യൽ വാല്യൂ കൊടുത്തു, ഇനിഷ്യൽ ഡേറ്റ അസൈൻ ചെയ്തു. ഇതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുക. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു. ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തു, എക്സ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ആണെന്നുള്ളത് ഡിക്ലെയർ ചെയ്തു. ദെൻ ഒരു വാല്യൂ അസൈൻ ചെയ്തു. ആദ്യം തന്നെ ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുക. നിങ്ങൾ ജസ്റ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എറർ വരും. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ഡേറ്റ ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടില്ല. പൈത്തണിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പാസ് ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനനുസരിച്ച് വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യും. ബട്ട് ഇൻ സി നിങ്ങളൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ടൈപ്പ് ആണെന്നുള്ളത് ആദ്യമേ സ്പെസിഫൈ ചെയ്യണം. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ദെൻ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും മറ്റൊരു രീതിയിൽ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം. അതായത് ഡിക്ലറേഷൻ ആൻഡ് ഇനിഷ്യലൈസേഷൻ ക്യാൻ ബി ഡൺ ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. അവിടെ നോക്കുക, ഇൻറ്റ് എക്സ് ഈക്വൽ ടു 10 ആൻഡ് സെമിക്കോളൻ. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും സെമിക്കോളൻ ഇടാനായിട്ട് മറക്കരുത്. അവിടെ ഡിക്ലറേഷൻ ആൻഡ് ഇനിഷ്യലൈസേഷൻ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്തു. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ലൈനിൽ തന്നെ ഡിക്ലറേഷൻ ആൻഡ് ഇനിഷ്യലൈസേഷൻ. അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇൻറ്റ് റെപ്രസെൻറ്റ്സ് ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ്. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിമാണ്, ആൻഡ് ഇറ്റ് ക്യാൻ സ്റ്റോർ ഇൻറ്റീജർ വാല്യൂസ്. കാര്യം അവിടെ ഇൻറ്റീജർ ആയിട്ടാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് 10 ആ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ദ വാല്യൂ അസൈൻ ടു ദ വേരിയബിൾ എക്സ്. ഇനി ഒരു വേരിയബിൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു വേരിയബിളിന് ഇനിഷ്യൽ വാല്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 10, എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് 10 അസൈൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു, എക്സ് ഈക്വൽ ടു 15. ദാറ്റ് മീൻസ് അപ്ഡേറ്റ്സ് ദ വാല്യൂ ഓഫ് എക്സ് ടു 15. ആദ്യം എക്സിൻ്റെ വാല്യൂ 10 ആയിരുന്നു, അത് ഇനിഷ്യലൈസേഷൻ. അതിനുശേഷം ഞാൻ മോഡിഫൈ ചെയ്തു, എക്സ് ഈക്വൽ ടു 15. ഇപ്പോൾ 10ന് പകരം എന്താണുള്ളത്? 15. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഡിക്ലറേഷൻ ഒരു തവണ മതി, ഇൻറ്റ് എക്സ്. അതിനുശേഷം ഈ ഒരു വേരിയബിൾ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു തവണ മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി. വേരിയബിൾസ് ക്യാൻ ബി റീയൂസ്ഡ് ത്രൂ ഔട്ട് എ പ്രോഗ്രാം. ഒരു തവണ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻറ്റീജർ വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര മെമ്മറി സ്പേസ് ആയിരിക്കും അതിന് അലോട്ട് ചെയ്യുക? അപ്പോൾ ഇൻറ്റ് എക്സ് എന്ന് കൊടുത്തു. ഇറ്റ് ടിപ്പിക്കലി ഓക്കുപ്പൈസ് 2 to 4 bytes ഓഫ് മെമ്മറി. എന്താണ് 2 to 4 bytes എന്ന് ഞാൻ പറഞ്ഞത്? ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിസ്റ്റം ആർക്കിടെക്ചർ. പണ്ട് 16 bits ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നപ്പോൾ ഒരു ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ 2 bytes ആണ് അലോട്ട് ചെയ്തിരുന്നതെങ്കിൽ 32 bits ആൻഡ് 64 bits ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൽ 4 bytes മെമ്മറി ലൊക്കേഷനാണ് അലോട്ട് ചെയ്യുന്നത് ഫോർ ആൻ ഇൻറ്റീജർ വേരിയബിൾ. ഒരു നോർമൽ ഇൻറ്റീജർ വേരിയബിളിന് ഇറ്റ് ക്യാൻ സ്റ്റോർ 2 to 4 bytes ഓഫ് മെമ്മറി. 1 byte എന്ന് പറയുന്നത് 8 bits ആണ്. ഓരോ ടൈപ്പ് വേരിയബിളിനും ഡിഫറെൻറ്റ് മെമ്മറി സ്ലോട്ട്സ് ആണ് അലോട്ട് ചെയ്യുന്നത്. ഇൻറ്റീജർ വരാം, ഫ്ലോട്ട് വരാം,
ക്യാരക്ടർ വരാം. ഓരോ വേരിയബിളിനും ഡിഫറെൻറ്റ് മെമ്മറി സ്പേസ് ആണ് അലോട്ട് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ ഡേറ്റ ടൈപ്സ് പറയുന്നുണ്ട്. ദെൻ അതിന് മുമ്പായിട്ട് ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. കോഡ് ബ്ലോക്സ് എടുക്കുക. എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഞാൻ ഡയറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യുകയാണ്. ഫസ്റ്റ് ഹെഡർ ഫയൽ കൊടുക്കുക. ഹാഷ് ഇൻക്ലൂഡ് angular brackets header file stdio.h എന്തിനാണ് കൊടുക്കുന്നത്? It includes the standard input-output library to use functions like printf. Next, every program will have a main function. By default അതിൻ്റെ return type integer ആണ്. int main parenthesis കർലി ബ്രേസിനകത്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കേണ്ടത്. കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇനി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഷുഡ് എൻഡ് വിത്ത് എ സെമിക്കോളൻ. ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഇൻറ്റ് നമ്പർ അണ്ടർസ്കോർ 1. അവിടെ വേരിയബിളിൻ്റെ നെയിം എന്താണ്? നമ്പർ അണ്ടർസ്കോർ 1. കുറച്ച് മീനിങ് ഫുൾ ആയിട്ട് ഞാൻ അവിടെ കൊടുത്തു. ജസ്റ്റ് എക്സ് എന്ന് കൊടുക്കുന്നതിന് പകരം ഒരു നമ്പർ അണ്ടർസ്കോർ 1. then equal to 10 then semicolon. അപ്പോൾ ആ ഒരു വേരിയബിളിനകത്തുള്ള വാല്യൂ എന്താണ്? 10. then മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അതും ഇൻറ്റീജർ ടൈപ്പ് തന്നെയാണ്. ഇൻറ്റ് നമ്പർ അണ്ടർസ്കോർ 2 ഈക്വൽ ടു 20 സെമിക്കോളൻ. മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻഷ്യലൈസ് ചെയ്തു. അപ്പോൾ എൻ്റെ എയിം എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് മറ്റൊരു വേരിയബിളിൽ സേവ് ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇവിടെ ഒരു എറർ ഉണ്ടാവും, ബട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് എന്താണെന്നുള്ള പറയാം. ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ്. സം ഈക്വൽ ടു നമ്പർ അണ്ടർസ്കോർ 1 പ്ലസ് നമ്പർ അണ്ടർസ്കോർ 2 ആൻഡ് പുട്ട് ദ സെമിക്കോളൻ. ഇവിടെ എന്തായിരിക്കും എറർ? നമ്പർ 1 എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്പർ 2 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിന് വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 + 20. അപ്പോൾ 10 + 20 അതായത് ആഡ് ചെയ്യും. ദെൻ എങ്ങോട്ടാണ് അത് അസൈൻ ചെയ്യുന്നത്? ടു ദ വേരിയബിൾ സം. ബട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. സം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ? എന്ത് ഡേറ്റ ടൈപ്പ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ? ഇറ്റ്സ് നോട്ട് ഡിക്ലെയർഡ്. സോ ഇങ്ങനെ കൊടുക്കണം, ഇൻറ്റ് സം. ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഇൻപുട്ട് വേരിയബിൾ ആണെങ്കിലും ഔട്ട്പുട്ട് വേരിയബിൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യത്തില്ല. പ്രിന്റ് ചെയ്യാനുള്ള ഫങ്ഷൻ കൊടുക്കണം. അപ്പം ഇങ്ങനെ കൊടുക്കാം, printf ദെൻ വിത്തിൻ കോഡ്സ്. അപ്പോൾ പ്രിന്റ് ചെയ്യാനുള്ള സ്ട്രിങ് വിത്തിൻ കോഡ്സ് കൊടുക്കണം, ഡബിൾ കോഡ്സ്. ഇപ്പോൾ റിസൾട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, റിസൾട്ട് ഈക്വൽ ടു എന്താണ് കൊടുക്കേണ്ടത്? ആ ഒരു വേരിയബിളിനകത്തുള്ള വാല്യൂ ആണല്ലോ പ്രിന്റ് ചെയ്യാനുള്ളത്. ദെൻ ആ ഒരു വേരിയബിൾ എന്ന് പറയുന്ന ടൈപ്പ് എന്താണ്? ഇൻറ്റീജർ ആണ്. സോ ഒരു വേരിയബിൾ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻറ്റീജർ ടൈപ്പ് ആണ്. അപ്പോൾ ഏതൊരു ഫോർമാറ്റ് സ്പെസിഫയറും ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് പെർസെൻറ്റേജ് സിമ്പൽ. ഇപ്പോൾ പെർസെൻറ്റേജ് ഡി എന്ന് കൊടുത്തു. അപ്പോൾ പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ ഇൻറ്റീജർ വാല്യൂസ് ഇൻ എ പ്രോഗ്രാം. ദെൻ കോഡ് സെൻഡ് ചെയ്തതിന് ശേഷം കോമ ആർഗ്യുമെൻ്റ് ആയിട്ട് ഏത് വേരിയബിളിൻ്റെ വാല്യൂ ആണോ പ്രിന്റ് ചെയ്യാനുള്ളത് ആ ഒരു വേരിയബിൾ നെയിം ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുക. ഏത് വേരിയബിളാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്? സം. നിങ്ങൾ അവിടെ സം എന്ന് കൊടുക്കുക. ദെൻ പാരാന്തസിസ് സെൻഡ് ചെയ്യുക, പുട്ട് ദ സെമിക്കോളൻ. അപ്പോൾ അതിൻ്റെ മീനിങ് ഒന്നുകൂടി പറയാം. പെർസെൻറ്റേജ് ഡി, ദിസ് ഈസ് എ ഫോർമാറ്റ് സ്പെസിഫയർ that tells printf to expect an integer value that to be printed in its place. ആ പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്ന പ്ലേസിൽ ഒരു ഇൻറ്റീജർ വാല്യൂ പ്രിന്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ പ്രിന്റ് ചെയ്യാനുള്ള വേരിയബിൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യണം. അതുകൊണ്ടാണ് കോമ ആർഗ്യുമെൻ്റ് ആയിട്ട്
വേരിയബിൾ നെയിം കൊടുക്കുക. സോ ദ വാല്യൂ ഓഫ് സം ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ആൻ ഇൻറ്റീജർ because %d is the format specifier for the integer. Result equal to %d. It specifies how the output should be formatted. അപ്പോൾ %d റീപ്ലേസ് ചെയ്യും. ആരാ റീപ്ലേസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ വാല്യൂ ഓഫ് സം. നിങ്ങളവിടെ സമ്മിന് പകരം നമ്പർ _1 എന്ന് കൊടുത്തു കഴിഞ്ഞാലോ, നമ്പർ 1-നകത്തുള്ള വാല്യൂ, അതായത് 10 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. നമുക്കിവിടെ റിസൾട്ട് ആണല്ലോ പ്രിന്റ് ചെയ്യാനുള്ളത്, അതുകൊണ്ടാണ് അവിടെ സം കൊടുത്തത്. അപ്പോൾ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പിന് %d ആണ്. ഓരോ ഡേറ്റ ടൈപ്പിനും പ്രത്യേകം ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ഉണ്ട്. നമുക്ക് ഡേറ്റ ടൈപ്പ് പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. എനിവേ ഈ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റിസൾട്ട് ഈക്വൽ ടു 30 എന്ന് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് പ്രോഗ്രാം വർക്ക് ചെയ്തു. ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് വേരിയബിൾ എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, ഡിക്ലറേഷൻ ആൻഡ് ഇനിഷ്യലൈസേഷൻ, ദെൻ നമുക്കിതെങ്ങനെ മോഡിഫൈ ചെയ്യാം, ഒരു വേരിയബിളിൻ്റെ വാല്യൂ എങ്ങനെ മോഡിഫൈ ചെയ്യാം, ദെൻ ഒരു വേരിയബിൾ എങ്ങനെ പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് നമുക്ക് പറയണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.